ഈ ഒരു രസം ഉണ്ടാക്കി നോക്കിയാൽ ഒരിക്കലും വെറുതെ ആകില്ല. അടിപൊളിയാണ്. മഴക്കാലമല്ലേ, നല്ല വെള്ളച്ചോറിലേക്ക് ചൂടുള്ളൊരു രസവും ഒരു പപ്പടം കാച്ചിയതോ മറ്റോ ഉണ്ടെങ്കിൽ പിന്നെ ചോറിന് വേറൊരു കറീൻ്റെ ആവശ്യമില്ല. പെട്ടെന്ന് ആകുകയും ചെയ്യും. കുക്കറിലേക്ക് കുറച്ച് സാമ്പാർ പരിപ്പ് കഴുകിയിടാം. ഇതിലേക്ക് തക്കാളി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെള്ളമൊഴിച്ച് കുക്കറടച്ച് മീഡിയം ഫ്ലെയിമിൽ 6 വിസിലടുപ്പിക്കാം. അതിൻ്റെ പ്രഷറൊക്കെ പോകുമ്പോഴേക്കും കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വെക്കാം. ഒരു നാരങ്ങ വലുപ്പത്തിൽ വാളംപുളി ചൂടുവെള്ളത്തിലിട്ട് വെക്കാം. പിന്നെ കുറച്ചധികം വെളുത്തുള്ളിയും കുരുമുളകും ചെറിയ ജീരകമൊക്കെ ചതച്ചെടുക്കാം. കുക്കറിൻ്റെ പ്രഷർ പോകുമ്പോൾ തുറന്നു നോക്കണം. പരിപ്പ് നന്നായിട്ട് വെന്തിരിക്കണേ. ഇതിലേക്ക് കുതിർത്തിയ വാളംപുളി പിഴിഞ്ഞ് അരിച്ചൊഴിക്കാം. 5 മിനിറ്റ് ഒന്ന് തിളക്കട്ടെ. പുളി ഒന്ന് വേവണം. ഇനി വെളുത്തുള്ളിയും കുരുമുളകും ജീരകം ചതച്ച് വെച്ചില്ലേ, അതിട്ട് കൊടുക്കാം. ഒരു കാലച്ച് ശർക്കരയും കൂടെ ഇടാം. 1.5 ലിറ്റർ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കാം. ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പോ മധുരമോ പുളിയോ എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഉലുവ വറുത്ത് പൊടിച്ചതും കായം പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. നന്നായി തിളക്കട്ടെ. അവസാനമായിട്ട് ഒരു പിടി നല്ല ഫ്രഷ് മല്ലിയില ഒന്ന് ചതച്ചിടാം. ഇനി കടുക് തളിക്കും കൂടെ ചെയ്യാം. ചീനച്ചട്ടിയിലേക്ക് കുറച്ച് നല്ലെണ്ണയും നെയ്യും കൂടി ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ വേണ്ട. നല്ലെണ്ണ ഒഴിച്ചാൽ കൊള്ളൂലെന്ന് വിചാരിക്കേണ്ട, അറിയും കൂടിയില്ല. ചൂടാകുമ്പോൾ കടുക് ചേർക്കാം. കടുക് മുഴുവനും പൊട്ടിക്കഴിഞ്ഞാൽ കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്തിളക്കി ഗസ്റ്റിലേക്ക് വയ്ക്കാം. ഇനി ഇതുപോലെ ചോറിലേക്ക് ഒഴിച്ച് പപ്പടവും കൂട്ടി കഴിക്കാം. കറക്റ്റ് റെസിപ്പി കമൻറ്റിൽ എഴുതി പിൻ ചെയ്തിട്ടുണ്ട്, നോക്കണം.